തൽക്കാലത്തേക്ക് ചികിത്സിക്കാൻ അറിയാതിരിക്കണം. ഇനി അടുത്ത തന്നെ വിഷമം കൊച്ചിൻ്റെ മേത്ത് ചുമപ്പ്, ഒരു ദേഹമെല്ലാം തടിച്ചു വരും, ചുമപ്പ് വരും. എന്ത് ചെയ്യും? ചുമപ്പും തടിപ്പിനും കൊച്ചിൻ്റെ മേത്തുണ്ടാവുന്ന ചുമന്ന പാട് തടിപ്പ്. തേങ്ങാപ്പാലിൽ ഇന്ത്യപ്പെട്ടു ദേഹത്ത് തേച്ച് കുളിച്ചിടി. തേങ്ങാപ്പാലിൽ ഇന്ത്യപ്പെട്ടു ദേഹത്ത് തേച്ച് കുളിച്ചിടി. ചുമപ്പും കടിയും ചൊറിച്ചിലും തടിപ്പും ശമിച്ചിലും. തടിപ്പും ചുമപ്പും ശക്തമായി കണ്ടിടി. ഇത് ലഘുവായി കണ്ടെങ്കിൽ ദേഹത്തും പരക്കെ മാത്രമാണ്. ശക്തമായി കണ്ടിടി. രുദ്രാക്ഷം, ബ്രഹ്മി, ഞൊട്ടാനൊടിയൻ, കൃഷ്ണജീരകം, കരിജീരകം ഇവ കഷായം വെച്ച് കുഞ്ഞിന് 2 നേരം കൊടുത്തിടി ദേഹത്തുണ്ടാവുന്ന ഒരു അലർജിയും ശ്രമിക്കും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതിനേക്കാൾ കൂടുതൽ നാൽപ്പാമരാതി തൈലം തേച്ചാലും താൽക്കാലിക ത്വക്ക് രോഗങ്ങളെല്ലാം ശമിച്ചിരിക്കും. ചൊറി, കടി, മാന്തല്, പൊട്ടല്, കാലിൻ്റെ ഒടുവിൽ ചുമപ്പ് വരിക, കാലിൻ്റെ ഒടുവിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കൃഷ്ണജീരകം എന്ന് പറയുന്നത് കരിഞ്ജീരകം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ജീരകം യഥാർത്ഥത്തിൽ കരിഞ്ജീരകമല്ല. ജീരകത്തിൽപ്പെട്ട സാധനവുമല്ല. ഒറിജിനൽ കരിഞ്ജീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാശ്മീരി സൈഡിലാണുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്നത് കൃഷ്ണജീരകം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന വേറെ വസ്തുവാണ്. അതിൻ്റെ ഗുണമാണ് ഞാൻ പറഞ്ഞത്. അത് ധാന്യം പോലെ ഇരിക്കുന്നതാണ്. അതിന് കരിഞ്ജീരകത്തിന് ഗുണങ്ങളൊക്കെയുണ്ട്. പക്ഷെ യഥാർത്ഥ കരിഞ്ജീരകം വേറെയുണ്ട്. യഥാർത്ഥ കരിഞ്ജീരകം കണ്ടത് നല്ല സുഗന്ധമുള്ളതാണ്, ഒത്തിരി വിലയാണ്. കരിഞ്ജീരകത്തിൻ്റെ ഒരു 5 ഇരട്ടി വില വരും. അത് അന്വേഷിച്ചിരിക്കണം. ഞാൻ അറിവിലേക്കിരിക്കാൻ വേണ്ടി പറഞ്ഞത് കരിങ്കോഴി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നീലക്കോഴീനെയാണ് ഉപയോഗിക്കുന്നത്. വേറെ നമ്മുടെ രാജ്യത്തല്ലാന്ന് പുറത്തെ രാജ്യത്ത് നിന്ന് കൊറിയയിൽ നിന്ന് വന്നിട്ടുള്ള നീലക്കോഴിയാണ് കരിങ്കോഴിയാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. കരിങ്കോഴി മരുന്നല്ല. അത് കരിങ്കോഴി മരുന്നാണെന്ന് അറിയണമെങ്കിൽ കുടലിലെ ആൾസറൈറ്റീസ്, കൊളറൈറ്റീസ്, കുടലിനകത്തുള്ള പുണ്ണ്, മലദ്വാരത്തിലുള്ള മൂലക്കുരു, അതുപോലെ അർസസ് ഉള്ളവന് കരിങ്കോഴി കൊണ്ട് മരുന്നുണ്ടാക്കി കൊടുത്താൽ അത് ഭേദമാവും. നീലക്കോഴി കൊണ്ട് മരുന്നുണ്ടാക്കി കൊടുത്താൽ അത് അധികവും. അങ്ങനെയാണ് നമ്മളവിടെ തിരിച്ചറിയുന്നത്. തമിഴ്നാട്, കന്യാകുമാരി, സേലം ആ സൈഡിലൊക്കെ യഥാർത്ഥ കരിങ്കോഴിയുണ്ട്. ഈ കരിങ്കോഴിക്ക് ഇത്രയും കറുപ്പില്ല.
നമ്മുടെ കരിയുടെ നിറമായിരിക്കും. ഇത് നീലക്കോഴിക്ക് കരിയിൽ എണ്ണ ചേർത്ത പോലെ പണ്ടും കറുപ്പാണ്. പിന്നെ അതിൻ്റെ ദേഹം കറുത്തിരിക്കും, തൊലി കറുത്തിരിക്കും, എല്ല് കറുപ്പില്ല. കരിങ്കോഴി നീലക്കോഴിയുടെ എല്ലും കൂടെ കറുത്തിരിക്കും. പിന്നെ നഖവും പൂവും ഒക്കെ കറുത്തിരിക്കും യഥാർത്ഥ കരിങ്കോഴിയുടെ. ഈ നീലക്കോഴിയുടെ അതുപോലെ തന്നെ ശരിക്കും കറുത്തായിരിക്കും. ഒറിജിനൽ കരിങ്കോഴിയേക്കാൾ കൂടുതൽ കറുത്തതായിരിക്കും നീലക്കോഴി. ആ നീലക്കോഴിയാണെന്നുള്ള ഒരു ആർക്കും തന്നെ അറിയാൻ പാടില്ല. കരിങ്കോഴി എന്ന് പറയുമ്പോൾ ഇതിൽ നല്ല കരിങ്കോഴി അവിടെ ഇരിക്കണമെങ്കിൽ മരുന്നിന് വേണ്ടിയിട്ട് നമ്മൾ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് രോഗങ്ങൾ വരുമ്പോൾ കരിങ്കോഴിയിലുള്ള മരുന്നുണ്ട്. കരിങ്കോഴിയുടെ രക്തം ചേർക്കാനൊക്കെ ഉണ്ട്. ഈ കരിങ്കോഴിയുടെ രക്തം നീലക്കോഴിയുടെ രക്തം ചേർത്ത അസുഖം മരുന്ന് ഒഴിക്കില്ല. കണ്ണിനകത്ത് മരുന്ന് ഒഴിക്കാനുണ്ട്. അവസ്മാരങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അവസ്മാരങ്ങൾ ഉള്ള അസുഖങ്ങൾക്ക് വരുമ്പോൾ കോഴിയുടെ പൂവ് മുറിച്ച് അതിനകത്ത് നിന്ന് ബ്ലഡ് എടുത്ത് അതിനകത്ത് മരുന്നുകൾ ചേർത്ത് അരച്ച് കൊച്ചിന് കൊടുക്കാനുണ്ട്. അന്നേരം ഈ നീലക്കോഴിയുടെ പൂ കൊടുത്തിട്ട് കാര്യമില്ല, കരിങ്കോഴി തന്നെയാണ്. അങ്ങനെ ഓരോ ദ്രവ്യങ്ങളെയും നമ്മൾ സൂക്ഷ്മമായിട്ട്, ഞാൻ പ്ലാവിൻ്റെ നെറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇത് പറഞ്ഞ പോലെ നമ്മൾ അന്ധമായിട്ട് പഠിച്ചു വെച്ചേക്കുന്നതും നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നതും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചേക്കുന്നതും ഒക്കെ ഉണ്ട്. മരുന്നുകടയിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടകാരി അതില്ലെങ്കിൽ ചുണ്ടവേര് ചേർക്കണം, ചുണ്ടവേര് അതില്ലെങ്കിൽ കണ്ടവേര് ചേർക്കണം. അവൻ്റെ കയ്യിലുള്ള വേര് നമുക്കറിയാമോ? നമുക്കറിയാനും പാടില്ല. നമ്മളതായിരിക്കുന്നതുകൊണ്ട് വേവിച്ച് കൊച്ചുങ്ങൾക്കും കൊടുക്കുന്ന ആളേക്കും കൊടുക്കും, ഒരു പ്രയോജനം കിട്ടില്ല, ആയുർവേദത്തിന് കിട്ടും. കുറ്റം വന്ന് നമ്മുടെ തലപ്പാവിലേക്ക് വരും. ആയുർവേദത്തിന് ഒരു ആയുർവേദമൊക്കെ വലിയൊരു ചെയ്തുകൊണ്ടിട്ട് വലിയ കാര്യമുണ്ടോ? ഫലിക്കില്ല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആയുർവേദം സാമാന്യമായിട്ടുള്ള ആയുർവേദത്തിൻ്റെ ഏറ്റവും ചെറിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയും. നിങ്ങൾക്ക് പറഞ്ഞു ഏറ്റവും ചെറിയ ക്വാളിഫിക്കേഷൻ കുറിപ്പടി എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ്. ഒരു കുറിപ്പടി എഴുതാൻ പഠിക്കുമെന്ന് എൻ്റെ അച്ഛൻ, എൻ്റെ മുത്തശ്ശനും എൻ്റെ ആൾക്കാർ, എൻ്റെ തലമുറകളെല്ലായിരിക്കും. എൻ്റെ അപ്പനാണ് ദിവാകരൻ, എൻ്റെ അപ്പൻ്റെ പേര് ദിവാകരൻ. കുറിപ്പടി എഴുതാൻ പഠിച്ചോ എന്നാണ് വിശേഷം ചോദിക്കുന്നത്. കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ മുത്തശ്ശനോട് ചോദിക്കുന്ന, കൊച്ച് എങ്ങനെയുണ്ട്, ആരോഗ്യാവസ്ഥയെല്ലാം ഉണ്ട്? അപ്പം അവന് 15 വയസ്സുള്ള ആവാറായി. കുറിപ്പടി എഴുതാൻ പഠിച്ചോ? അടുത്ത ചോദ്യമാണ്. നമ്മൾ SLC പാസ്സായോ അല്ലെങ്കിൽ കൊച്ചു ജോലി കിട്ടിയോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? ഇപ്പം അവൻ എത്രയുണ്ട്, ഫുൾ മാർക്കുണ്ടോ എന്നല്ല ചോദിക്കണേ. എന്നൊരു ചോദ്യമാണ് കുറിപ്പടി എഴുതാൻ പഠിച്ചോ? അവൻ കുറിപ്പടി എഴുതാറായോ? ഇന്ന് കുറിപ്പടി എഴുതാൻ അറിയാവുന്ന ഒരു വൈദ്യനും കാണിക്കും, ഒറ്റ വൈദ്യുതി. പിന്നെ എങ്ങനെ ആയുർവേദം രക്ഷപ്പെടും? എങ്ങനെ ആയുർവേദത്തെ വിശ്വസിക്കും? എങ്ങനെ ആയുർവേദത്തിൻ്റെ പുറകെ തുടരും? MBBS കഴിഞ്ഞ് MDയും കഴിഞ്ഞ് വന്ന ആൾക്ക്, എൻ്റെ മോളിപ്പോൾ MBBS അല്ല BAMS കഴിഞ്ഞിരിക്കുക. കൊച്ചിന് പറഞ്ഞിട്ട് കൊച്ചിൻ്റെ പറഞ്ഞു ഞാൻ ഹൈ ലെവൽ പഠിച്ചിരിക്കുമെന്നാണ്. കൊച്ചു പഠിച്ചിട്ടില്ല, കുറിപ്പടി എഴുതാൻ പഠിച്ചിട്ടില്ല, കൊച്ചൊന്നും പഠിച്ചിട്ടുമില്ല. കൊച്ചിന് തല്ലല്ലാണ്ട് വേറെ ഒന്നും കിട്ടാനുമില്ല. എല്ലാം കുറിപ്പടി എഴുതാൻ പഠിക്കണം. ഈ കുറിപ്പടി എഴുതാൻ പഠിപ്പിക്കാന്നാണ് നമ്മളിവിടെ പറയുന്നത്. കുറിപ്പടി എന്ന് വെച്ചാൽ എന്താ? കുറിപ്പടി പണ്ട് കാലത്ത് ഫാർമസിയിലെ ഫാർമസിയൊന്നും ഇല്ല. അതിനുള്ള ഒരു പേപ്പർ മേന. എൻ്റെ മുത്തശ്ശൻ അച്യുതൻ വൈദ്യൻ എന്ന് പറഞ്ഞ ആൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ കുളിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആഹാരമെല്ലാം കഴിഞ്ഞ് നല്ല മുണ്ടൊക്കെ കൊടുത്ത് കഴുത്തിൽ മാലയൊക്കെ ഇട്ട് കയ്യിൽ മോതിരമൊക്കെ ഇട്ട് വളയൊക്കെ ഇട്ട് ഒരു കശേരയുണ്ട്. ആ കശേരയിൽ വന്നിങ്ങനെ ഇരിക്കും. കശേരയിൽ നിന്ന് വന്നിരുന്ന് കഴിയുമ്പോൾ എഴുതാനൊരു പുള്ളിക്കാരി അല്ലെങ്കിൽ ആളില്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിലേക്ക് പേനയും പേപ്പറും കയ്യിലേക്ക് കൊടുക്കും. ഒരു രോഗി ഇപ്പുറത്ത് വന്നിരിക്കും. രോഗിയോട് ചോദിക്കും, നിൻ്റെ പേരെന്താ, നിൻ്റെ നാളെന്താ, നിൻ്റെ വയസ്സെത്രയാ, നിനക്ക് എന്താ ജോലി? ഇതിനൊക്കെ ഒരടിസ്ഥാനമാണ് ചോദിക്കുന്നതിനെല്ലാത്തിനും. ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി രോഗലക്ഷണം പറയും. രോഗലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അഷ്ടസ്ഥാന പരീക്ഷ നടത്തും. അഷ്ടസ്ഥാന പരീക്ഷ നാക്ക് നോക്കുക, കണ്ണ് നോക്കുക, പിടിച്ചു നോക്കുക, പറഞ്ഞു നോക്കുക, മലം നോക്കുക, മൂത്രം നോക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം അഷ്ടസ്ഥാന പരീക്ഷകൾ നടത്തും. അഷ്ടസ്ഥാന പരീക്ഷകൾ നടത്തിയിട്ട് വയറ്റിൽ നിന്ന് പോകുന്നില്ല അല്ലേ, കടുക് രോഗിനി, ഛർദി ഉണ്ടല്ലേ, ചുക്ക്, അവൻ്റെ എല്ലാ കംപ്ലൈൻറ്റിനും 1 by 1 ആയിട്ട് ഓരോ ഔഷധങ്ങൾ എഴുതും. ഈ ഔഷധങ്ങൾ ഇത്ര ഭാഗങ്ങളെടുത്ത്
ഇന്ന രീതിക്ക് കഴുകി ഇന്ന രീതിയിൽ ചതച്ച് ഇത്രയിടങ്ങളിൽ വെള്ളം മൺകലത്തിൽ വെന്ത് ഇത്ര പറ്റിച്ച് ഇത്ര മേമ്പൊടി ചേർത്ത് ഇത് ഇന്ന ആഹാരങ്ങളോടുകൂടി പഥ്യത്തോടു കൂടി ഇന്ന ദിവസം ഇത്ര ദിവസം കഴിച്ചിട്ട് ഇനി പോകാമെന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം കഴിച്ചിട്ട് വരുമ്പോൾ അവൻ്റെ സർവ്വമാന രോഗം സർവ്വമാന രോഗം പുറം. അതാണ് ആയുർവേദ ചികിത്സ. അല്ലാണ്ട് ഈ കുപ്പിക്കാതിരിക്കണ സാധനം കുടിക്കലും കോട്ടക്കലാരി വൈദ്യശാല ഇപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറെ എടുത്തു എന്താ കംപ്ലൈൻറ്റ് പനിയ എങ്ങനെയുണ്ട് നോക്കട്ടെ അത് നോക്കി കഴിഞ്ഞു അമൃതാരിഷ്ടം അമൃതോത്തരം കഷായം വെട്ടുമാറും ഗുളിക ഗോരോചനാദി ഗുളിക ലേഹ്യം ഇതൊക്കെ മേടിച്ച് ഇന്ന രീതിക്കൊക്കെ കഴിക്കും. കഴിച്ചിട്ട് 2 രൂപ ഏതാവില്ലാത്തതിന് ഇത് അതിനകത്ത് കമ്പനി എന്തെങ്കിലും ചേർത്തിട്ട് വേണ്ടി ഗോരോചന ചേർത്തിട്ട് വേണ്ടി ഗോരോചനാദി ഗുളിക ആർക്കട്ട കല്ലിടുന്ന ആർക്കട്ട ആയുർവേദത്തിന്. ഞാൻ ആയുർവേദത്തിൻ്റെ അടുത്ത് പോയി ഒരു പ്രയോജനവും കിട്ടിയില്ല. നിങ്ങൾക്ക് ആയുർവേദത്തിൻ്റെ അടുത്ത് വന്നു തന്നെ വരാറുണ്ടോ? കൊച്ചിനെ വല്ല ആശുപത്രി കൊണ്ട് ചേർത്ത് വേണ്ടിയിരിക്കണമെങ്കിൽ കുറുപ്പുടി എഴുതാൻ പഠിക്കാത്തവൻ ആയുർവേദത്തിൽ കുറുപ്പുടി എഴുതണമെങ്കിൽ നിസ്സാര യോഗ്യതയൊന്നും പോരാ. എല്ലാ മരുന്നുകളും പഠിക്കണം, എല്ലാ മരുന്നുകളും ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് പഠിക്കണം, എല്ലാ രോഗങ്ങളെയും പഠിക്കണം, എല്ലാ മനുഷ്യൻ്റെ അവസ്ഥയും പഠിക്കണം. അവസ്ഥ പഠിക്കാണ്ട് പിന്നെ ഇവനെ ഡോസ് നിശ്ചയിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് മരുന്ന് എഴുതണമെന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ ഗുണം മുത്തങ്ങ എഴുതണമെങ്കിൽ പനിക്ക് മുത്തങ്ങ എഴുതണമെങ്കിൽ മുത്തങ്ങ എന്നാണെന്നറിയണ്ടേ? മുത്തങ്ങയുടെ ഗുണം എന്നാണെന്നറിയണ്ടേ? മുത്തങ്ങയുടെ മൊരി നാരും മൊരിയും കളഞ്ഞ് ചതയ്ക്കണം. അത് നാരെന്നാണെന്നറിയണം, മൊരി എന്നാണെന്നറിയണം, പിന്നെ മുത്തങ്ങ എന്താണെന്നറിയണം, മുത്തങ്ങ ഇവന് എത്രമാത്രം വേണമെന്നറിയണം. പനിയാണ് കടുകുരോണി, മുത്തങ്ങ, ഇരുവേലി, രാമച്ചം, ചുക്ക്, കുരുമുളക് ഇതിൻ്റെയൊക്കെ ഗുണം അറിയാതിരിക്കണം. ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്യണം, ഓരോന്ന് ചെയ്തുവെന്ന് അറിയാതിരിക്കണം. ഇത് എത്ര അംശം വേണമെന്നറിയാതിരിക്കണം. അവന് വെള്ളം വേണം, കലം വേണം, പറ്റണ കണക്കറിയാതിരിക്കണം, അതിന് ഡോസ് അറിയാതിരിക്കണം, ഇവനത് ഹിതമാണെന്ന് അറിയാതിരിക്കണം, രോഗം എന്താണെന്ന് നിശ്ചയിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ വേണം കുറുപ്പടി എഴുതാൻ. അല്ലാണ്ട് ചുമ്മാ ഒരു പേരും പേപ്പറും ഉണ്ടെങ്കിൽ കുറുപ്പടി എഴുതി നടക്കില്ല. അങ്ങനെ ഒരു മരുന്ന് കൊടുത്താൽ ഭേദമായില്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ പറയുന്ന പോലെ അല്ല. എൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾക്കും അസുഖം ഭേദമായിട്ട് പോയിട്ടില്ല. എത്ര സീരിയസ് ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, പഴയ കാലത്ത് ക്യാൻസർ എന്നല്ല പറയണം, കവള് വാർപ്പ്, ഒറ്റപ്പരു എന്നൊക്കെയാണ് പറയണത്. ശരീരത്തിനകത്തുള്ള 56 അണുക്കളെ തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. ഇതുവരെ RSSന്റെ അണുവിനെ തിരിച്ചറിയുന്ന കഴിഞ്ഞ പ്രാവശ്യം നോബൽ സമ്മാനം കൊടുത്ത കഴിഞ്ഞ പ്രാവശ്യം നോബൽ സമ്മാനം RSS എന്ന് പറഞ്ഞാൽ അണുക്കളെ തിരിച്ചറിഞ്ഞിട്ട് അണുവിനെ നശിപ്പിച്ചിട്ടല്ല. അങ്ങനെ ഒരു അണുണ്ട്, അണു ഇങ്ങനെ ഇരിക്കണേ എന്ന് കണ്ടുപിടിച്ചതിന് നോബൽ സമ്മാനം ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം കൊടുത്തു. അതിനു മുമ്പ് ആയുർവേദക്കാരൻ 55 കണ്ടുപിടിച്ചേക്കുന്നു. ഈ 55 കൊല്ലാൻ കണ്ടുപിടിച്ചേക്കണം മരുന്നാണ്. ഒന്ന് പഠിക്കുക, ഒന്ന് അന്വേഷിക്കുക. പേപ്പട്ടി വിഷത്തിന് ലൂയി പാസ്റ്റർ മരുന്ന് ഇറക്കുന്നതിന് മുമ്പ് 5000 വർഷം മുമ്പ് നമുക്കിവിടെ മരുന്നുണ്ട്. ഇളയവന് ചികിത്സയിട്ട് അണുവിനെ തിരിച്ചറിയാനുള്ള മാർഗമുണ്ട്. ലോകത്തൊരു സ്ഥലത്തും ഇന്നിപ്പോൾ ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നതായ അമേരിക്ക, ജർമ്മൻ, അതുപോലെ ഉന്നത രാജ്യങ്ങളിലില്ല ഒരു പട്ടി കടിച്ചാൽ അതിനകത്ത് അണുണ്ടതറിയാം. ഇപ്പോൾ നമ്മൾ ജർമ്മനിൽ വെച്ച് പട്ടി കടിക്കുക, ജർമ്മനിൽ വെച്ച് പട്ടി കടിച്ചിട്ട് നമ്മൾ ജർമ്മൻ ഡോക്ടറെ എടുത്തില്ല, സാറേ എങ്ങനെ പാമ്പ് കടിച്ചു, അല്ല പട്ടി കടിച്ചു, ഇഞ്ചക്ഷൻ തട്ടിക്കോളൂ, റാബിറ്റ്സിനോട് പിന്നെ തട്ടിക്കോളൂ, അവൻ്റെ ദേഹത്ത് അതുണ്ടോ, ഇവ എത്ര ശതമാനമുണ്ട്, ഏത് ഡോസ് വേണമെന്ന് നിശ്ചയിക്കാൻ ഒരു മാർക്കും വേട്ടിലില്ല. ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അതൊന്നും ആരെയും പഠിപ്പിക്കുകയോ ഇല്ല, ആർക്കും കൊടുക്കുകയോ ഇല്ല. അവൻ്റെ പുസ്തകത്തിനകത്തിരുന്ന് കല്ല് പിടിച്ച് പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആരും പഠിക്കാനും തയ്യാറില്ല, കൊടുക്കാനും തയ്യാറില്ല, ഉപയോഗിക്കാനും തയ്യാറില്ല. ഇപ്പം ഒരു ഒരാളെ ഒരു പൂച്ച മാന്തി ആദ്യം ആൾക്കാർ അപ്പം തന്നെ ആ ആശുപത്രി കൊണ്ടുവന്ന് ഫ്രൈ ഡോസ് വിഷാണം ചേർക്കുകയാണ്. അതിൻ്റെ യാതൊരു കാര്യങ്ങളുമില്ല. അവന് ആൽക്കലൈഡായിട്ടുള്ള ഫുഡും കൊടുത്തിട്ട് നിസ്സാര ഒരു മരുന്ന് ഉപയോഗിക്കണം. നിസ്സാര മരുന്ന് കോട്ടക്കലാരി വൈദ്യശാലയിൽ നിന്ന് കനകാസവും മേടിച്ചു കൊടുത്താൽ ഒരിക്കലും ഒരു പേപ്പട്ടിയും ഒരു കഴിക്കില്ല. പട്ടി കടിച്ചാൽ അപ്പം തന്നെ മുറിവ് കഴുകിക്കളയണം. മുറിവ് കഴിച്ചതിന് ശേഷം ഇവൻ ആൽക്കലൈഡ് ഭക്ഷണം മാത്രം കഴിക്കുക. എന്നിട്ട് കനകാസവും മേടിച്ചു കൊടുക്കുക. അവന് പേ ഇളകി കഴിഞ്ഞാൽ അവന് 1 കോടി രൂപ നമ്മൾ കൊടുക്കും. 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കാം.
ആൽക്കലൈഡ് ഫുഡാണ് കഴിക്കാവുള്ളൂ. അങ്ങനെ ഇറച്ചി മീനും മുട്ടും ആസിഡും കഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് പ്രതിരോധശേഷി വർദ്ധിച്ച് അതിനകത്ത് കയറിയിട്ടുള്ള അണുക്കളെ അത് കൊന്നുകളയും. മുറിവ് സോപ്പിട്ടോ ചൂടുവെള്ളത്തിലിട്ടോ മണ്ണെണ്ണ ഉപയോഗിക്കണ്ട, ചുമ്മാ സോപ്പിട്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ശരിക്കും ഞെക്കി കളയുക. അതിൻ്റെ കാളിവാഹനം തെണ്ടി മണ്ടി നടന്നിട്ടു ചീഞ്ഞു നാറിയതൊക്കെ ഭക്ഷിക്കും നായ്ക്കൾക്കെല്ലാം സാമാന്യം വിഷം കൊണ്ടുപോകാൻ. അപ്പം അതിൻ്റെ വിഷം എവിടെ ഇരിക്കണമെന്നറിയോ? അണുക്കൾ എവിടെ ഇരിക്കണമെന്നറിയോ? കാളിവാഹനം. പട്ടിക്ക് 2 വലിയ പല്ലുകളുണ്ടാകും. ഈ വലിയ പല്ലുകളോടെ മണ്ണിച്ച് അവിടെ അതിന് ചുറ്റുമാണ് ഈ അണുക്കളിരിക്കുന്നത്. ഈ അണുക്കൾ ശരീരത്തേക്ക് പ്രൊസീഡ് നമ്മൾ കയറ്റി വരുമ്പോൾ ഈ അണുക്കൾ ബ്ലഡിനകത്തേക്കും ബോഡിയിലേക്കും പ്രവേശിക്കും. എന്നിട്ട് അത് പെരുകി നമ്മുടെ തലച്ചോറിനെയും സുഷുപ്തിനെയും നശിപ്പിക്കുന്നതാണ് പേയം. അതിനെ നേരിടാനുള്ള മാർഗമാണ് ലൂയി പാസ്റ്റർ ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ളത്. ലൂയി പാസ്റ്റർക്ക് മുമ്പ് ഭാരതീയം ചികിത്സിക്കുന്നുണ്ട്, പക്ഷേ ചികിത്സയിലുണ്ട്. സൂപ്പർക്ക് അറിയാനോ പഠിക്കാനോ പോണില്ല, ധൈര്യമില്ല. അവൻ്റെ ആയുർവേദം നോക്കുമ്പോഴത്തേക്കില്ല കൊച്ചിന് വേഗം അറിയാമല്ല, നീ വേറെ എവിടെയെങ്കിലും കൊണ്ടുവിടാമെന്ന് പറയും. അറിയില്ലേ? വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറയും. അത് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇന്ദപ്പ് മേമ്പൊടി ചേർത്ത് കൊടുക്കുക. ഭൂതവിശറി കൊണ്ട് വീശുക. ഭൂതവിശറി കൊണ്ട് വീശുക. ഭൂതവിശറി എന്ന് വെച്ചാൽ കേട്ടോ, നമ്മൾ അനുഷ്ഠാന കലകൾ, തെയ്യം, മുടിയേറ്റൊക്കെ ഉണ്ടാകും. അന്നേരം ഭൂതം എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അവർ കുറേ ചപ്പ് കൈപിടിക്കും. അതാണ് ഭൂതവിശറി. അതെന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായുദോഷം, ഉത്തരദോഷം, നമ്മുടെ പൈശാചിക ദോഷങ്ങൾ, എല്ലാ ദോഷങ്ങളെയും മാറ്റി. ഭൂതവിശറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ഭൂതവിശറി, വിശറി എന്ന് വെച്ചാൽ വീശാൻ ഉപയോഗിക്കുന്ന സാധനം. രാജാക്കന്മാർക്കൊക്കെ വീശുന്ന എന്നൊക്കെയാണ്. ദേവന്മാർക്കും രാജാക്കന്മാർക്കൊക്കെ എങ്ങനെ വീശുന്ന? വെഞ്ചാമരം വീശുന്ന എന്തിനാണ്? വായു ശുദ്ധീകരിക്കുക, നല്ല ഓക്സിജനുള്ള കാര്യം. പിന്നെ ആലവട്ടം വീശുന്ന എന്തിനാണ്? ചുമ്മാ ഭ്രാന്തായിട്ട് ആൾക്കാർ സൈഡിൽ നിന്ന് വീശിക്കൊണ്ടിരിക്കണോ? ആലവട്ടം വീശുന്ന പ്രാണി, പുഴുക്കൾ, ഈച്ച, ഇതൊന്നും രാജാവിനെ കടിക്കാണ്ടിരിക്കാനാണ്. ഇതിലുണ്ടോ? അല്ലാണ്ട് ആയിക്കോട്ടായിട്ടില്ല. വെഞ്ചാമരം എന്ന് പറഞ്ഞാൽ വെഞ്ചാമരം വീശനെ വീശുമല്ല, ഇങ്ങനെ കുലുക്കണുണ്ടോ? ആ കുലുക്കുമ്പോൾ എന്ന് കഴിഞ്ഞാൽ നല്ല ഓക്സിജൻ, പുള്ളിക്ക് നല്ല ഓക്സിജൻ കിട്ടണം. ആ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക സാധനം കൊണ്ട് വായു ഓക്സിജനെ ആകർഷിച്ചിട്ട് കാർബൺ ഡൈഓക്സൈഡ് ഇവിടുന്ന് പോയിട്ട് നമ്മുടെ കേന്ദ്രം എൻ്റെ മൂക്കിൽ നിന്നൊരു കാടി, അവൻ്റെ മൂക്കിൽ നിന്നൊരു കാടി, എല്ലാവരും മൂക്കിലോട്ട് കാർബൺ ഡൈഓക്സൈഡ് കൂടുതലാവും. ഉച്ഛിഷ്ടായില്ലേ? ഈ ഉച്ഛിഷ്ടം രാജാവ് വീണ്ടും വലിച്ചെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കി കൊടുക്കണം. നമ്മൾ ആൾക്കാർക്ക് വട്ടായിട്ട് തെങ്ങ് ആനയുടെ പുറത്ത് കയറിയിരുന്ന് തൽക്കാലാണ് വിചാരം അല്ലേ? നിങ്ങൾ ഇത്രയും കാലമായിട്ട് എവിടെ നിന്ന് കേട്ടിട്ടുണ്ടോ? വീശുന്നവർ ഇഷ്ടമായിട്ടുണ്ട്. എന്തിനാണെന്നറിയാൻ പോകണം, ചുമ്മായിട്ട് വീശലാണ്. നല്ല ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെഞ്ചാമരം വീശുന്നത്. പ്രാണി, കൊതുക്, മറ്റ് അന്യജീവികളൊന്നും വന്ന് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആലവട്ടം വീശുന്നത്. അതുപോലെ നമ്മൾ മുണ്ടെടുക്കുന്നതിന്, നമ്മൾ ഷർട്ട് ഇടുന്നതിന്, ഭൂമിയിൽ ഇടുന്നതിന്, നമ്മൾ ചന്ദനം തൊടുന്നതിന്, മോതിരം ഇടുന്നതിന്, ആഭരണം ഇടുന്നതിന് എല്ലാത്തിനും നമുക്ക് ഔഷധ വീര്യം കിട്ടും. ഇല്ലായില്ലേ? സ്വർണം ധരിച്ചാൽ എന്താണ് ഗുണം? നവരത്നങ്ങൾ ധരിച്ചാൽ എന്താണ് ഗുണം? നെറുകയിൽ വസ്ത്രം തൊട്ടാൽ എന്താണ് ഗുണം? ചന്ദനം തൊട്ടാൽ എന്താണ് ഗുണം? ചാന്ത് തൊട്ടാൽ എന്താണ് ഗുണം? കുങ്കുമം തൊട്ടാൽ എന്താണ് ഗുണം? ഇതൊക്കെ ആയുർവേദം വിശദമായിട്ട് പറയണമുണ്ട്. വായിക്കൂല, പഠിക്കൂല, കേൾക്കൂല. മനസ്സിലാക്കിയോ? അപ്പോൾ നമ്മളിവിടെ നിർത്തിയേ ഭൂതവിശറിനെ കുറിച്ച് എഴുതിക്കോളൂ. ഭൂതച്ചടയൻ ഒരു മരുന്നാ. ഭൂതച്ചടയൻ, ആര്യവേപ്പ്, കാഞ്ഞരം,
പൂതംകൊല്ലി, മയിലെള്ള്, മയിലെള്ള് അതിൻ്റെ ഇലയാണ് ഇടുന്നത്. തുളസി, മാവില ആല് ഇവ ചേർന്നുള്ളതാകുന്നു ഭൂതവിശദം. ഇവ ചേർത്ത് ഇങ്ങനെ എല്ലാം കൂടെ കൂടി കെട്ടിയെടുക്കണം. കെട്ടിയെടുത്തിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാവരും കൂടെ മറ്റേ ഒരു ഫംഗ്ഷനുണ്ട്, എനിക്ക് കൊച്ചിൻ്റെ അടുത്ത് വെച്ചേക്കണം. എന്നിട്ട് ഈച്ചയാട്ടം പോലെ വല്ലപ്പോഴും ഇങ്ങനെ പൂശി വിട്ടേക്കണം. ഈ പൂശി വിട്ടാൽ ദൃഷ്ടിദോഷം സംഭവിക്കില്ല, വാക്കിൻ്റെ ദോഷം ഉണ്ടാവില്ല, പൈശാചിക സ്വഭാവങ്ങളൊന്നും വന്നു കയറില്ല, പ്രാണി കൊതുക് അതുപോലെ ഒന്നും പോകാൻ കഴിയില്ല, അന്തരീക്ഷം നന്നായിട്ട് ശുദ്ധീകരിക്കും. ഹൈ മെഡിസിനാണ്. പിന്നെ വലിയവർക്ക് ഉപയോഗിക്കുന്നത്, കൊച്ചാർക്ക് ഉപയോഗിക്കുന്നത് വലിയവർക്ക് ഉപയോഗിക്കണം, വലിയവർക്ക് ഉപയോഗിക്കാം. പഴയ കാലത്ത് നമ്മൾ വീടൊക്കെ പിന്നെ ഇന്നിപ്പോൾ പുതിയ വീട് കയറി താമസമാണ്. എനിക്ക് താമസമാണെങ്കിൽ ഇത് ചെയ്യും. കുറേ കുരുത്തോല തൂക്കും, കുറേ മാവിൻ്റെ ഇല തൂക്കും, കുറേ ആലിൻ്റെ ഇല തൂക്കും. കണ്ടല്ലേ? ഈ ആലിൻ്റെ ഇലയൊക്കെ തൂക്കുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലൊരു സയൻസ് ഉണ്ട്, ഒരു ശാസ്ത്രമുണ്ട്. ആയുർവേദമാണ് അത് നമ്മളിൽ എത്തിക്കുന്നത്. അപ്പോൾ വീട് കയറി വരുമ്പോൾ വീട്ടിലേക്ക് ആ പറമ്പിലുള്ള പൈശാചിക സ്വഭാവമുള്ള പിശാചുക്കൾ, വരക്, കാളി, ധൂളി എന്ന് പറഞ്ഞ് ഒത്തിരി നമ്മുടെ ദൃഷ്ടിയിൽ കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനങ്ങളൊന്നും വരാൻ ചെയ്തില്ല. ഒരു വിരവണത്തിൻ്റെ അപ്പോൾ പുറത്തുനിന്ന് പിന്നെ മറ്റു സാധനങ്ങളായിട്ട് ഒരു വിരവണതുണ്ട്, നമുക്ക് അവിടെ തിരിഞ്ഞ് നോക്കാം എന്ന് പറയും. തിരിഞ്ഞ് നോക്കാൻ ആരാ? ഇവിടെ ഒരു ദുരാത്മാവുണ്ടെന്നില്ല. ഈ ദുരാത്മാവുണ്ട്, ഞാൻ ദുരാത്മാവ് കയറി വരും. അതേസമയം ഈ ഭൂതവിശരി ഉണ്ടെങ്കിൽ കയറി വരില്ല. ഇടവരെ അവിടെ ഒരു വെടിതൂക്കിയതോളം എന്നൊക്കെ കൊണ്ട് പോകാം. മനസ്സിലായില്ലേ? ചിലവർക്ക് കെട്ടിടം പണിയുമ്പോൾ കോലം കെട്ടിയേക്കണമെന്ന് തോന്നുന്നു, ചിലവർക്ക് കള്ളി കുക്കണമെന്ന് തോന്നുന്നു, തമിഴ്നാട്ടിലൊക്കെ വാരിയിട്ട് കുക്കണമെന്ന് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ അസാമാന്യ സയൻസാണ്. അസാമാന്യ സയൻസാണ്. നമ്മുടെ വീട്ടിൽ വെമ്പോളം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആർമിയിലാണെങ്കിൽ ഇനി നമുക്ക് വേറെടുത്ത് പോയി താമസിക്കാൻ നോക്കിയില്ല, വീട്ടിൽ താമസിക്കണമെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല കെട്ടിത്തൂക്കി മുറിക്കകത്തുനിന്ന് ആയിട്ട് വരില്ല. കുറച്ചധികം ആര്യവേപ്പിൻ്റെ ഇല എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കിടക്കയുടെ അടുത്ത് വെച്ചിരുന്നു, നമ്മുടെ മുറിക്കകത്ത് വെച്ചിരുന്നു. ആ മുറിക്കകത്തേക്ക് അതിൻ്റെ അണു വരില്ല. ഇതിനാണ് വായുവിലൂടെയാണ് പറയുന്നത്. ഈ അണുവിനെ അതിനകത്തേക്ക് വരില്ല. അപ്പോൾ നമുക്കിടെ മൂക്കിൽ അണു അതിനകത്ത് മൂക്കിൽ കയറുമ്പോൾ നമ്മൾ മൂക്കിൽ വലിച്ചു കയറ്റിയിട്ട് നമ്മുടെ ലങ്സിൽ വന്നു കഴിഞ്ഞിട്ട് രക്തത്തിനകത്ത് പ്രവേശിച്ചിട്ടാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ഭൂതവിശരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വരില്ല. ഭൂതവിശരി എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും സംഘടിപ്പിക്കാൻ വലിയ പാടാണ്. അപ്പോൾ കുറച്ചൊക്കെ സംഘടിപ്പിക്കാം. നമ്മുടെ കുരുത്തോലയ്ക്ക് ഭയങ്കര ഗുണം. അതുപോലെ തന്നെ കുരുത്തോലയ്ക്ക് അതുപോലെ അലങ്കാര വസ്തു മാത്രമല്ല, അത് ഔഷധങ്ങളെ കൂടിയാണ്. അപ്പോൾ ഭൂതവിശരി എന്നാ എഴുതിയോ? പക്ഷെ നമുക്ക് ഭൂതവിശരി നമ്മൾ വീശാൻ പറ്റുമോ? തുടക്കം എന്ന് പറയും. തുടക്കം പിന്നെ ചന്ദനത്തിൻ്റെ ഒരു കാര്യം. കഷായം വെച്ച് കൊടുത്തേ. അതെന്നു വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് പിന്നെ എടുത്ത് ദൃഷ്ടിദോഷത്തിന്റെ തുടക്കം പറഞ്ഞില്ലേ, അതിന്റെ ട്രീറ്റ്മെന്റ് ഒന്നും കൂടെ പറഞ്ഞാൽ. ദൃഷ്ടിദോഷത്തിന്റെ ട്രീറ്റ്മെന്റിൽ ഒരൈറ്റമാണ് ഈ ചന്ദനം രണ്ടും ജീരകമാണ് കൂടി കഷായം വെച്ച് കൊടുക്കുക. പിന്നെ ഭൂതവിശരി കൊണ്ട് വീശുക. പിന്നെ ദേഹത്ത് തൊടിയിക്കലുണ്ട്, പഞ്ചഗവ്യം ദേഹത്ത് തൊടിയിക്കാൻ ദൃഷ്ടിദോഷം ഉണ്ടാവില്ല. പഞ്ചഗവ്യം എന്താ? പഞ്ചഗവ്യം എന്ന് വെച്ചാൽ എന്താ? ഗവ് എന്നാണ്? ഗവ് പശുവിൽ നിന്ന് കിട്ടുന്ന 5 സാധനം. നിങ്ങൾക്ക് 5 സാധനം എടുക്കാൻ പറ്റുന്ന ചാണകം, മൂത്രം, പാല്, തൈര്, നെയ്യ്,
ഇതെല്ലാം കൂടി 5 തൂക്കം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊരു പാത്രത്തിനകത്ത് കലക്കി കൊച്ചിൻ്റെ അടുത്ത് വയ്ക്കുക. അതിന് അസാമാന്യ പവറാണ്. അത് തൊടിയിക്കുക. പിന്നെ അത് നല്ല രീതിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നെങ്കിൽ ഉള്ളി കഴിക്കാം. നല്ല രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പശു വെച്ചുവരോ നാടൻ പശുവോ അതുപോലെ ആയിരിക്കണം. അതിൻ്റെ ചാണകത്തിൻ്റെ മൂത്രത്തിനേ ഫലമുള്ളൂ. മറ്റതിൻ്റെ മൂത്രമൊക്കെ എടുത്ത് വല്ല അണുബാധ ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. ഇത് നാടൻ പശുവിൻ്റെ മൂത്രമാണെങ്കിൽ ശുദ്ധീകരണം നടക്കും. പുറം തീറ്റ കൊടുക്കുന്നതായിരിക്കരുത്. പുറം തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരി അതുപോലെ പുറം തീറ്റകളുടെ കെമിക്കലാണ്. ഈ കെമിക്കല് പാല് വർദ്ധിപ്പിക്കാനും ശരീരം വർദ്ധിപ്പിക്കാനും പശുവിന് ഗുണം വേണ്ടിയിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിയുമ്പം അവൻ്റെ പുറത്തേക്ക് വരുന്ന സാധനം ചീത്തയായിട്ടാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ നല്ല സാധനം തിന്നണ ആളാരാ? ജീവിത ഏറ്റവും നല്ല സാധനം തിന്നണ മനുഷ്യനാണ് അല്ലേ? അതിൻ്റെ ഔട്ട്പുട്ട് വല്ലതിനും കൊള്ളാവോ? ഏറ്റവും ചീത്ത സാധനങ്ങൾ തന്നെ പുല്ലും ഏറ്റവും കുറച്ച് ചീത്ത സാധനം തിന്നത് പശുവാണ്. പശുവിൻ്റെ ഔട്ട്പുട്ട് എന്തെങ്കിലും കൊള്ളാവോ? എല്ലാത്തിനും നല്ലതാണ്. അപ്പം അത് നമ്മൾ തിരിച്ചറിയണം. അതിനതിൻ്റെ പ്രത്യേകതയുണ്ട്. ചാണകത്തിന് ഈ ചാണകം എടുക്കേണ്ടത് പുല്ലും വെള്ളവും കഴിക്കുന്ന നാടൻ പശുവിൻ്റേതാണ്. അല്ലാതെ തിരിയും അതും കൃത്രിമ ആഹാരം കൊടുത്ത് ജേഴ്സി പശുവിൻ്റെ ചാണകത്തിന് അണുബാധ വരും. അത് പാടില്ല. അതുപോലെ തന്നെ പശുവിൻ്റെ മൂത്രത്തിന് ഈ നാടൻ പശു തന്നെ വേണം. പിന്നെ പാല് ആരിൽ നിന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം. നെയ്യൊക്കെ ഒത്തിരി നെയ്യായിരിക്കണം. മിൽമേന്ന് മേടിച്ച് നെയ്യല്ല. അയ്യപ്പനൊക്കെ ആൾ പിടിച്ചു കെട്ടിയിട്ടാണ് അയ്യപ്പൻ ഓടാത്ത. അല്ലെങ്കിൽ ഈ നെയ്മേറ്റൊക്കെ കഴിക്കുമ്പോൾ പുള്ളി ഓടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ 2 ദിവസം ഒന്ന് അനക്കാതെ വെച്ച് നമുക്ക് മിൽമയുടെ നെയ്യൊക്കെ എടുത്തിട്ട് ചീഞ്ഞ് നാറിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ നോക്കില്ല. അതിനും മാത്രം വിഷാംശവും അതിനും മാത്രം അന്യവസ്തുക്കളാണ് അതിനകത്തുള്ളത്. പക്ഷെ നെയ്യ് പുരാണകൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ നെയ്യ് അമൃതാണ്. പുരാണകൃതം 1000 വർഷം പഴക്കമുള്ളത് 100 വർഷം പഴക്കമുള്ളതിനകത്ത് സ്വർണത്തിന് തുല്യം വിലയാണ്. 1000 വർഷം പഴക്കമുള്ള നെയ്യ് കണ്ണിൽ ഒഴിച്ചാൽ കണ്ണിൻ്റെ 96 ജാതി അസുഖങ്ങൾ മാറും. അതിന് 1000 വർഷം പഴക്കമുള്ള നെയ്യില്ല. അല്ലെങ്കിൽ 100 വർഷം പഴക്കമുള്ള നെയ്യും അതുപോലെ ദിവ്യ ഗുണമാണ്. പുരാണകൃതം എന്ന് പറയും. അത് നെയ്യായിരിക്കണം. അല്ലാണ്ട് നമ്മൾ മെല്ലാനും വേണ്ടി വെച്ചതായിരിക്കരുത്. ശരിയാ കേട്ടോ? മനസ്സിലായി? ഇനി നമുക്ക് അപ്പം സാമാന്യ ചികിത്സയാണ് നമുക്ക് പറഞ്ഞുകൊണ്ട് പോണേ. സാമാന്യ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നടത്താവുന്ന കാര്യങ്ങളല്ലേ? അല്ല, സംഭവിക്കാവുന്ന കാര്യങ്ങളല്ലേ? അതിനൊക്കെ എന്തെങ്കിലും ഒരു പുതിയ നമ്മുടെ കൈവശം അറിഞ്ഞാൽ ബാല ചികിത്സ പഠിച്ചിട്ടുണ്ട്, പ്രയോഗം അറിയാൻ മേലാണ്ട് പഠിച്ചെന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവും. പിന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന എക്കിളിന് അതിന് മരുന്ന് നിങ്ങൾ തന്നെ എഴുതണം, ഞാൻ പറയില്ല. അതായത് അത് നിങ്ങളെ മനസ്സിലുണ്ടോയെന്ന് അറിയാനാണ് അങ്ങനെ പരീക്ഷണം വെച്ചേ. ചുമ്മാ പറഞ്ഞ് കേട്ടാൽ മതിയോ? കേട്ടിട്ട് ഇടത്ത് ചെവിയൊക്കെ കേട്ടി വലത്തേക്കടെ ചാടിപ്പോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ എള്ളിൻ്റെ മനസ്സാരയുടെ പ്രയോഗം പറഞ്ഞില്ലേ? അപ്പം അത് നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റണം. അപ്പോൾ അത് മനനം ചെയ്യണം, മനസ്സിലിരിക്കണം. നല്ല പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്ത പ്രയോഗം ജീരകവും പ്ലാവിലഞ്ഞിട്ടും കൽക്കണ്ടത്തിൻ്റെ വെള്ളത്തിനകത്ത് കൊടുക്കാം. മധുരം ചേർത്ത പാലിനകത്ത് കൊടുക്കാം. കൊച്ചിൻ്റെ ഏട്ടം മാറും. മധുരം ചേർത്ത പാലിനകത്ത് കൊടുക്കാം. ഈ മരുന്ന് വന്നത് ഒരു 1/2 സ്പൂൺ, പാല് ഒരു 2 സ്പൂൺ കൊച്ചിന് പാലായിട്ട് കൊടുക്കാം. അപ്പം കൊച്ചിനിങ്ങനെ തുടർച്ചയായിട്ട് എട്ടുള്ള ഒരു പണി നിൽക്കും.
പശുമ്പാല് പാലെന്ന് പറയണമൊക്കെ പശുമ്പാല് അല്ലെങ്കിൽ പ്രത്യേകം തിരിച്ചു പറയും. ഒത്തിരി പശുമ്പാലായിരിക്കണം, നല്ല പാലായിരിക്കണം. മിൽമയിൽ മേടിക്കുകയോ അല്ലെങ്കിൽ വ്യക്തികളുടെ കയ്യിൽ നിന്ന് മേടിക്കുകയോ ചെയ്യണമാണ് നല്ല പാല്. പാക്കറ്റ് പാലും ടിന്നിനകത്ത് വെച്ചേക്കണ പാലൊന്നും കൊള്ളില്ല. അതൊക്കെ അതിനകത്ത് കിടാവായിരിക്കാനുള്ള പോയിസണും കൂടെ ചേർത്തല്ലോ തന്നെ. അതിനകത്ത് അളവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ പ്രായക്കാർക്ക് അതിൻ്റെ ഇച്ചിരി മാറ്റി കൊടുക്കാം. എള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 രൂപയുടെ അത്ര എള്ളു മതി. അല്ലാണ്ട് ഒത്തിരി ഏറ്റവും കുഞ്ഞവനാണെങ്കിൽ മുതിർന്ന ആർക്കും കൊടുക്കാം. ഈ ബാലത്തിൽ ചികിത്സ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഏത് വയസ്സായവർക്കും കൊടുക്കാം. പക്ഷെ അതിൻ്റെ ഡോസ് വർദ്ധിപ്പിക്കണമെന്ന് മാത്രം. ഇപ്പം നമ്മൾ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി കുഞ്ഞിനുണ്ടാക്കിയ ആഹാരം വലിയ കൊടുക്കാൻ പറ്റേ കൊടുക്കാം. കൊടുക്കുന്നത് തന്നെ പറ്റുമോ? അതുപോലെ തന്നെ മരുന്നു കുഞ്ഞിനുണ്ടാക്കിയ മരുന്ന് വലിയവർക്കും കൊടുക്കാം. ഇപ്പോൾ കുഞ്ഞിന് വേണ്ടി കാഴ്ച പാല് അവർക്കും കൊടുക്കാം. കുഞ്ഞിന് വേണ്ടി ഒരു കുറുക്കുണ്ടാക്കി സ്പെഷ്യൽ അത് കൊടുക്കുന്നവർക്ക് തന്നെ കൊടുക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. അവന് കുറച്ചുകൂടെ ദഹിക്കാനും എടുക്കാനും കുറച്ചുകൂടെ ശ്രദ്ധിക്കാനും അവന് ഫുഡ് പോയിസൺ വരാതിരിക്കാനും അവൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ച് ഉണ്ടാക്കണമെന്ന് മാത്രം. അത് നമുക്കും കഴിക്കാം. നമുക്ക് കഴിക്കുന്നവർക്ക് തന്നെ എള്ള് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചസാര കൊടുക്കണം. എള്ള് കഴിച്ചിട്ട് പഞ്ചസാര കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. എള്ളും പഞ്ചസാരയും ഈ കാര്യത്തിന് കൊള്ളാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഗർഭിണിക്ക് ചേർത്തി അവരെൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് മേടിക്കാനായിട്ട് തയ്യാറുമില്ല. ഭയങ്കര അന്ധവിശ്വാസമുള്ള ആൾക്കാരാണ്. ഛർദി 3 മാസമായി കൊച്ചിന് മെയിലിഞ്ഞ് അവശതയായി ഭയങ്കര വിഷമമായി കഴിഞ്ഞപ്പോൾ അവരുടെ ആൾക്കാർക്ക് ഡോക്ടർമാരൊക്കെയാണ്, അലോപ്പതി ഡോക്ടർമാരൊക്കെയാണ്. അപ്പം അവശത എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭ്രമം കയറി. ഞാൻ ചെന്നിട്ട് ഇവർ എൻ്റെ മരുന്ന് കൊടുക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ആയുർവേദ മരുന്നൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇച്ചിരി എള്ളിഞ്ഞതാണ്, ഞാനതൊന്ന് ജീവിച്ചു തരാം. അപ്പോൾ അവർ ഞാൻ ധന്വന്തിരി ഉപാസകനാണെന്നും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛൻ മന്ത്രപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്നും ഒക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ. അന്ന് അവൻ്റെ കയ്യിൽ ഇച്ചിരി എള്ളു കൊടുത്തു. ഞാൻ ഇച്ചിരി എള്ളു മേടിച്ച് ഇച്ചിരി അധികം എള്ളു മേടിച്ചിട്ട് പരിശുദ്ധമായ പാത്രത്തിനകത്ത് 2 തുളസിയിലും 2 പൂവ് അതിനകത്തിട്ട് എൻ്റെ ധന്വന്തിരി മന്ത്രവും ജീവിച്ച് ചെറുപ്പം നേടിയതിനു ശേഷം ഇങ്ങോട്ട് വരും. ഈ എള്ള് ഛർദ്ദിക്കാൻ തോന്നുന്നത് ചവച്ചരച്ചതില്ല. ആ എള്ളിൽ നിന്ന് ചവച്ചരച്ച് അവിടെ എന്നെ പ്രയോഗിച്ച് ഔഷധമാണ് പ്രയോഗിച്ചത്. ഛർദ്ദിക്കുള്ള ഔഷധമാണ്. ഛർദ്ദിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങ പൂച്ചു കൊടുത്താൽ നടക്കുമോ? മാങ്ങ പൂച്ചു കൊടുത്താൽ ഛർദ്ദി മാറില്ല. വേറെ എന്തെങ്കിലും കൊച്ചിന് ഇഷ്ടമുള്ള ബേക്കറി സാധനം പൂച്ചു കൊടുത്താൽ മാറുമോ? മാറില്ല. അപ്പം ഈ ഔഷധത്തെ ഇവൻ്റെ വിശ്വാസത്തിനെ ഞങ്ങളുടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ സ്ഥാനവും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് കൊടുക്കണം. സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യൻ, പൂജാരി എല്ലാവർക്കും ഓരോ സ്ഥാനം ഉണ്ടല്ലോ, ഓരോ കർമ്മം ഉണ്ടല്ലോ, ഓരോ പ്രവൃത്തി ഉണ്ടല്ലോ. ആ പ്രവൃത്തിയുടെ ഇവിടെ ഇതിപ്പോൾ പൂജിച്ചുകൊണ്ട് വന്നാൽ ഗുരുവായൂരമ്പലത്തിൽ നിന്ന് ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ വെയിറ്റില്ലേ ഉണ്ട്. അത് സമയം ഇന്നയാൾ തന്നാന്ന് പറഞ്ഞാൽ വലിയ പലചരക്കടയിൽ നിന്ന് വേണ്ടി തന്നാന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉണ്ടാവും. ഇച്ചിരി മലരും ഇച്ചിരി അവലും ഗുരുവായൂരമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നതിന് പ്രധാനമുണ്ട്. പലചരക്കടയിൽ നിന്ന് കൊണ്ടുവന്നതിനും അതാണ് സ്ഥാനം വ്യക്തിക്കുന്നു പ്രധാനം. ആ പ്രധാനമാണ്. അത് വായുവാണ്, നമ്മുടെ ദശവായുക്കളാണ് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുവേണ്ടി നമ്മൾ നിർത്തിയത് പഞ്ചസാര എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പഞ്ചസാര. ഞാൻ പറഞ്ഞ പഞ്ചസാര ഗുരുവായൂരമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാരയാണ്. നിങ്ങൾ പറയുന്ന പഞ്ചസാരയല്ല ഞാൻ പറഞ്ഞേ, മനസ്സിലാണ്ടോ? യഥാർത്ഥത്തിൽ പഞ്ചസാര എന്ന് പറഞ്ഞ പദത്തിനകത്ത് തിരുവനന്തപുരത്തും സൈഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പഞ്ചസാര എന്ന് പറയും. അപ്പോൾ പഞ്ചസാര പലരും കിടക്കണ പഞ്ചസാര യഥാർത്ഥത്തിൽ പഞ്ചസാരയല്ല, അതല്ല ഔഷധത്തിൽ ചേർക്കണ്ടേ. പക്ഷെ നമുക്കൊക്കെ അതേ കിട്ടുള്ളൂ. ഗുരുവായൂരമ്പലത്തിൽ പഞ്ചസാരയും പഴം വഴിപാട് കഴിക്കുമ്പോൾ ഒരു പൊടി തരും. ആ പൊടിയാണ് പഞ്ചസാര. ആ പൊടി മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഗ്ലൂക്കോസ് പൗഡർ എന്ന് പറയുന്നത് അതാണ് പഞ്ചസാര. കൂട്ടാണ്ട് പൊടി നമുക്ക് ഇച്ചിരി വെള്ളം അധികം കുടിക്കണം, ദാഹിക്കുക. കുറച്ച് വെള്ളം കുത്തി വെച്ചാലും ഇവിടെ എത്തൂലേ.
എന്നാൽ കുറച്ച് കുടിക്കാനൊന്നും ഇല്ല, എന്നാൽ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ വെച്ചേക്കാന്ന് പറഞ്ഞാൽ വെള്ളം ബോഡിയിലേക്ക് ചേർത്ത് കൂടി എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമുണ്ട്, നമ്മുടെ ശരീരം പ്രവർത്തിക്കാനുള്ള ഗ്ലൂക്കോസ് ആവശ്യമുണ്ട് എന്ന് കരുതി ഗ്ലൂക്കോസ് നേരിട്ട് നമ്മുടെ ശരീരത്തേക്ക് ഉപയോഗിക്കാൻ നമ്മൾ എത്തും. അതുപോലെ നേരിട്ടാണ് പഞ്ചസാരയുടെ സകലമാന അപദ്രവ്യങ്ങളെ മാറ്റി ക്ലിയറായിട്ട് പഞ്ചസാരയാക്കി വെച്ചിട്ട് ആ പഞ്ചസാര നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നാവിൻ്റെ മുതൽ കോശങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങും. സ്വീകരിച്ച് ബ്ലഡിനകത്തേക്ക് സടയിൽ നിന്ന് ഇറങ്ങി ചെല്ലും. ബ്ലഡിലേക്ക് സടയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ആകെ അതിൻ്റെ പെൻഷനൊക്കെ ഈ മെഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഷീൻ തന്നെ ഉമിനീരിനോട് ചേർന്ന് ദഹനരസങ്ങളെ രുചി, നാവിലെ രുചി അറിഞ്ഞ് തലച്ചോറ് ഓർഡർ ചെയ്ത് അത് അന്നനാളത്തിലൂടെ ചെന്ന് അത് ആമാശയത്തിൽ ചെന്ന് ആമാശയരസങ്ങളോട് ചേർന്ന് പത്വാശയരസത്തിൽ ചെന്ന് ചെറുകുടലിൽ ചെന്ന് ചെറുകുടൽ വലിച്ചെടുത്ത് അത് ജീവരസമായി ജീവരസം ബ്ലഡിൽ പ്രവേശിക്കണം. ആ റൂട്ടിൽ പോകണം. ആ റൂട്ടിൽ പോകാതെ വേറെ ഗതിയാൽ അങ്ങനെ ശരിയാവില്ല. അതിനൊരു റൂട്ടുണ്ട്. നമ്മുടെ ബോഡിയിലേക്ക് എനർജി വരുന്നതിനൊരു റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ നമ്മൾ പോകാൻ. ആ റൂട്ടിലൂടെ പോകാത്ത സാധനത്തിന് ബോഡി റിജക്റ്റ് ചെയ്യും. ഈ റിജക്റ്റ് ചെയ്തിട്ട് ഏത് അവയവമാണ് ആ അവയവങ്ങൾക്ക് കേട് സംഭവിക്കും. അതുകൊണ്ടാണ് ഫൈബറുള്ള ആഹാരം കഴിക്കുക, പച്ചയ്ക്കുള്ള ആഹാരം കഴിക്കുക, ചവച്ചരച്ച് കഴിക്കുക, ഉമിനോട് ചേർത്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു വന്നത്. എന്തിനാ ചവച്ചരക്കണേ, എന്തിനാ ഉമിനീരിന് ചവച്ചരച്ചാൽ എന്താ ഗുണമെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ ഡോക്ടർമാർക്ക് രണ്ടുപേർക്ക് ഇങ്ങോട്ട് തോന്നി ഞാൻ ചെയ്യും. നിങ്ങളെ കൊണ്ട് വായിക്കില്ല, ഡോക്ടർമാർ പറഞ്ഞു ചവച്ചരച്ചാൽ എന്ത് ഗുണമാണ് എന്ന് പറഞ്ഞു. അതിനോട് ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ടോ? ഇനി നിങ്ങളുടെ വയലിൽ എന്തെങ്കിലും എക്സാം കൂട്ടി പറയാമോ? അതും അംഗീകരിക്കാം. വയറ്റിലെ ദഹനരസവുമായിട്ട് ബന്ധമുള്ള ഉമിനീരാണ് നമ്മൾ ഭക്ഷണം നന്നായി ചവച്ചരക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ. നമ്മൾ ഭക്ഷണ സാധനങ്ങൾ സ്മെല്ല് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉമിനീരും നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉമിനീരും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊരു പകുതി മാർക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോധമണ്ഡലം ആഹാരത്തിന് തയ്യാറാവും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ബോധമണ്ഡലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്രമങ്ങളിലൊക്കെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ കൊണ്ട് കഴിക്കണം. ഒരു വലിയ മണിയെടുക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന സമയത്ത് അരമണിക്കൂറോടെ കഴിഞ്ഞാൽ ആ ഭക്ഷണം കിട്ടുള്ളൂ. ഇനി അരമണിക്കൂറോടെ കഴിഞ്ഞ് ഭക്ഷണം കിട്ടും എന്ന് നമ്മുടെ ബോധമണ്ഡലത്തിൽ ആ മണി കേൾക്കുമ്പോൾ ഉറപ്പാണ്. നമ്മുടെ തലച്ചോറിനകത്തുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥി നമ്മുടെ ശരീര ദഹനരസങ്ങളെ നാവിനോട് തയ്യാറായിരിക്കാൻ പറയുമ്പോൾ ആമാശയത്തിനോട് തയ്യാറായിരിക്കാൻ പറയുമ്പോൾ എല്ലാ ദഹനരസങ്ങളും തയ്യാറായി നിൽക്കും. ഈ തയ്യാറാക്കി നിൽക്കണമെങ്കിൽ അത് ബെല്ലില്ലാന്ന് വെച്ചോ. ബെല്ലില്ലെങ്കിൽ നമ്മൾ ചെന്നിട്ട് നമ്മളൊരു ആഹാരം വായിൽ വെച്ച് ചവച്ചരിക്കുമ്പോൾ നാക്കിൽ രുചി വരും. നാക്കിൽ രുചി പിറ്റ്യൂട്ടറി ഗ്രന്ഥിനെയും തലച്ചോറിനെയും ഉദ്ദീപിക്കും. ഈ ഉദ്ദീപനം നമ്മുടെ ആമാശയത്തിനകത്തും പക്വാശയത്തിനകത്തും ചെറുകുടലിനകത്തും അത് സ്വീകരിക്കാൻ തയ്യാറാവും. ഇത് സ്വീകരിച്ച് കഴിയുമ്പോൾ ആ ദഹനരസം കൂടുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ വായിലിട്ട് ചവയ്ക്കുമ്പോൾ അതെന്താണെന്നും അത് ആസിഡിക് ആണോ അത് ആൽക്കലൈഡ് ആണോ അത് എങ്ങനെ തീരുമാനിക്കേണ്ടത് തലച്ചോറും പിറ്റ്യൂട്ടറി ഗ്രന്ഥികളും ചേർന്നിട്ടാണ്. അതിനാണ് വായിലിട്ട് ചവച്ചരയ്ക്കുന്നത്. നമുക്ക് പഞ്ചാര ചവച്ചരയ്ക്കാനുള്ള അവസരം കിട്ടില്ല. അത് കക്കയെന്ന് പോകും. സാറ് പറഞ്ഞത് കറക്റ്റാണ്. അപ്പം നമ്മൾ ആദ്യം എഴുതുന്ന പോയിന്റ് ഏതാ? കുഞ്ഞിന് കൊടുക്കാനുള്ള 2 മെഡിസിൻ പഠിച്ചില്ലേ? അത് വായുവിൻ്റെ ഇതാണ്. വായുവിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കമന്ന് കിടന്ന ചില വൈറ്റമിനുകൾ മാറും. ചിലത് കൂടി ഇരുന്നാൽ മാറും, ചിലത് നടന്നിട്ട് വന്നാൽ മാറും. അപ്പം കുഞ്ഞിൻ്റെ വായു ഇവിടുന്ന് നിർഗയുന്ന സാധനമാണ് പതപ്പ് മർമ്മെന്ന് പറയും, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ ആ മർമ്മെന്ന് വന്നു കഴിയുമ്പോൾ ഇവൻ വായുവിനെ
നിയന്ത്രിക്കാൻ പറ്റും. ആ വായു തന്നെ നിയന്ത്രിക്കും. മനസ്സിലാണോ? ആ വായുവിൻ്റെ ക്രമം വരാൻ വേണ്ടിയിട്ടാണ് അത് ബേസായിട്ട് വരുന്നത്. ഒരു കുഞ്ഞിന് വയറ്റിൽ നിന്ന് പോകുന്നില്ല, കുഞ്ഞിനോട് മൂക്കാൻ പറഞ്ഞാൽ കൊച്ചിന് മനസ്സിലാവും. എന്ത് ചെയ്യും? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മഞ്ഞൾ വെച്ച് കഴിഞ്ഞാൽ മലദ്വാരത്തിലെ ഒരു മഞ്ഞൾ എൻ്റെ തൊലി കളഞ്ഞ് മഞ്ഞളിൻ്റെ ഒരു കൂർമ്മിച്ചിട്ട് മലദ്വാരത്തിൽ കയറ്റി വയ്ക്കും. മലദ്വാരത്തിൽ കയറ്റി വയ്ക്കുമ്പോൾ ആ മഞ്ഞളിൻ്റെ സ്വഭാവം കൊണ്ട് അവിടുത്തെ ഇറിറ്റേഷൻ കാരണം അവനത് അവിടെ നിന്ന് ചാടിച്ച് കളയാൻ പറ്റും. മഞ്ഞൾ കാണുന്നതിൻ്റെ ഒപ്പം മലവില്ല. അത് ആ ക്രിയയാണ് ഇവിടെ നാട്ടിൽ നടക്കണം നൂല് വയ്ക്കണം. ഇല്ലേ? ക്രിയ മനസ്സിലാവുണ്ടോ? മഞ്ഞൾ പഴയ കാലത്ത് പുകല വയ്ക്കും. പുകല എവിടെയാണ് തുറന്ന കാലത്ത് വരുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ആ ഇറിറ്റേഷൻ കൊച്ച് കുറച്ചെങ്കിൽ തന്നെ എൻ്റെ മലദ്വാരത്തിലിരിക്കണേ അതൊന്ന് ചാടിച്ചു കളയാൻ അവനൊരു ഐഡിയ കണ്ടുപിടിക്കും. അതിൻ്റെ പിടിക്കുന്നത് മുക്കൽ മുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ മലദ്വാരത്തിൻ്റെ അവിടെ വന്ന് നിൽക്കണം, മലന്ന് ചാടിക്കും. അല്ലാണ്ട് കൊച്ചിനും ബോധപൂർവ്വം കേട്ട് മനസ്സിലാക്കാനുള്ള പിന്നീടായില്ലല്ലോ. ഇന്നത്തെ ഒരു മാർഗം കാലേക്ക് എടുത്തുക എന്നുള്ളതാണ്. കാലിങ്ങനെ വെച്ചിട്ട് ഒരു കാല് അപ്പുറത്തേക്കും ഒരു കാല് ഇപ്പുറത്തേക്കും, കൊച്ചിൻ്റെ തല ഇവിടെ അമ്മമാരിങ്ങനെ വയ്ക്കും. ഇങ്ങനെ വയ്ക്കുമ്പോൾ മലദ്വാരത്തിൽ വലിച്ചിലാൻ പോകും. മലദ്വാരം പിരിഞ്ഞിരിക്കും, കാലപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വയ്ക്കും. അപ്പോൾ കൊച്ചിൻ്റെ വൈദ്യം. അതൊക്കെ മുത്തശ്ശി വൈദ്യം. അതൊക്കെ വലിയ വൈദ്യമാണ്. അതിന് നമ്മുടെ ആൾക്കാർക്കിടെ ഇപ്പോഴത്തെ ആൾക്കാർ എന്നെ ചെയ്യണമെന്നറിയോ? കൊച്ചിനെ വയറാളണില്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജർമ്മനിയിൽ നിന്ന് പാസ്സായ സാറില്ല, കാരണം തിരിച്ചു പോകും. ജർമ്മനിയിൽ നിന്ന് MD എടുത്താൽ തന്നെ വേണം തടിക്കാൻ. അല്ലാണ്ട് മുത്തശ്ശി വൈദ്യൊന്നും ആർക്കും വേണ്ട. ആണോ? വെറുതെ കൊച്ചിനെ ഇവിടെ ഒന്ന് കിടത്തി കാലം നകർത്തി വെച്ച് കൊച്ചിൻ്റെ മലദ്വാരത്തിൽ അടിച്ചിനും ഒരു ഇറിറ്റേഷൻ ഉണ്ടായാൽ മതി, പറ്റിന് പോകും. അതുപോലെ എല്ലാ കാര്യങ്ങളും അതിന് മെഡിക്കൽ ചെയ്യുമ്പോൾ കൊച്ചിനെ പരിശോധിച്ച് നോക്കണം, കൊച്ചിനെ എക്സ്റേ എടുത്ത് നോക്കണം, കൊച്ചിനെ കമത്തി കിടത്തി നോക്കണം, മലത്തിൽ കിടത്തി നോക്കണം. ഇതെല്ലാം കൂടെ കുറ്റി MDയുടെ പൈസയും കൊടുത്ത് ഒരു 2000 രൂപ ചെയ്തിട്ട് ഒരു ഇതറിയാം. അപ്പോൾ നമ്മളെവിടെ നിർത്തി? ജീരകവും പ്രാബല്യം വെള്ളത്തിൽ ഇനി അടുത്ത കൊച്ചിൻ്റെ ലക്ഷണം എന്നാ? കൊച്ചിന് വയറ്റിൽ നിന്ന് പോണ കാര്യം പറഞ്ഞു, മൂത്രം പോണ കാര്യം ഞാൻ പറഞ്ഞു, കൊച്ചിന് ഏറ്റവും ഉണ്ടായ കാര്യം പറഞ്ഞു. ഇനി എന്താ വരാൻ പോണേ? സാമാന്യ ചികിത്സയാണ് നമ്മൾ പോണേ. എന്ത് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായാലും കൊച്ചിനെ നമുക്ക്